ഇടവം രാശിക്കാരന്റെ ജീവിതം ഒരു നീണ്ട കാറ്റും മഴയും ചേർന്ന രാത്രിയെപ്പോലെ ആയിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. മനസ്സിൽ ഉയർന്ന പ്രതീക്ഷകളും അപ്രതീക്ഷിതമായ വീഴ്ചകളും ഒരുമിച്ച് വന്നിട്ടുണ്ടാകും. എന്തോ നിമിഷങ്ങൾ നീണ്ടതുപോലെ തോന്നിയ ആ സമയം. ചിലപ്പോൾ ഉറക്കെ ചിരിച്ചിട്ടും ഉള്ളിൽ കരഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ആ എല്ലാം അവസാനിക്കാനുള്ള സൂചനയാണ് 2026 ജ്യോതിഷവേള പറയുന്നത്. ജാതകയാത്രയുടെ ഏറ്റവും ആത്മീയമായ തിരുമുറി. ആകാശത്തിലൂടെ ഇറങ്ങുന്നതിനു മുമ്പുള്ള ഉച്ചസ്ഥാനം. ഈ വർഷം ഇടവം രാശിക്കാരന് ദൈവം നേരിട്ട് ഉത്തരം നൽകുന്ന വർഷം. കഴിഞ്ഞ 12 വർഷത്തെ കഷ്ടപ്പാടിന്റെ കരുത്ത് അറിയുന്നവർക്കേ ഈ മാറ്റത്തിന്റെ മൂല്യവും ഭീകരതയും മനസ്സിലാകൂ. ഈ സമയത്ത് ഗുരു തന്റെ സഞ്ചാരത്തിൽ അത്ഭുതകരമായ സ്ഥാനത്തേക്ക് നീങ്ങുന്നു. ഗുരുവിന്റെ സ്ഥലം മാറൽ അത്ര പതിവായ സംഭവം അല്ല. പലർക്കും ഇത് ഒരു രക്ഷയുടെ സമാനമായ അനുഭവം ആയിരിക്കും. ഗുരു ഇപ്പോൾ കൽമഷം നീക്കി വെളിച്ചം നൽകുന്ന സ്ഥാനത്താണ്. ജീവിതം മുഴുവൻ ഭാരങ്ങൾ വഹിച്ച് നടന്ന ഇടവം രാശിക്കാരന്റെ ഭാരം ഇപ്പോൾ കുറയുന്ന ഘട്ടത്തിൽ പ്രവേശിക്കുന്നു. സാമ്പത്തികമായി വർഷങ്ങളായി വന്ന സമ്മർദ്ദം, കടമകളുടെ പാളി, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം എല്ലാം അകന്നുപോകും. എന്നാൽ ആ പുറത്തേക്കുള്ള സമാധാനത്തിനു മുന്നേ ചെറിയ ഒരു അകത്തള യുദ്ധം നടക്കും. അത് മനസ്സിനുള്ളിരമായ പരിണാമമാണ്. ഈ ആദ്യഘട്ടം തന്നെ അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. ഗുരുവിനൊപ്പം ശനി ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിനുമേൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശനി നിങ്ങളുടെ വിഷമങ്ങളൊരു കട്ട മണ്ണായി തീർത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്ഷമയും ദിനവ്യസനങ്ങളും ഒരു അടിസ്ഥാനമായി തീർന്നിരിക്കുന്നു. ഇനി ശനി നിങ്ങളുടെ കരുത്തിനെ അംഗീകരിക്കുന്നു. അതാണ് ഈ വർഷത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. 2026 ശനിയുടെ ദൃഷ്ടി മാറുമ്പോൾ പഴയ വേദനകളുടെ ബന്ധനം ഉരുകാൻ തുടങ്ങും. അതിൽ നിന്നും ഒരു പുതിയ ആത്മവിശ്വാസം പിറക്കും. നിങ്ങളെ കെട്ടിച്ചമച്ച് പിടിച്ചിരുന്നത് കർമ്മ അടിച്ചു തുറക്കുകയാണ്. അത് സംഭവിച്ചാലും അതിന്റെ അടയാളം നിങ്ങൾ നേരിട്ട് കാണും. അപ്രതീക്ഷിതമായി വരുന്ന ഒരു ഫോൺ, അപ്രതീക്ഷിതമായ ഒരു സന്ദേശം, അല്ലെങ്കിൽ പഴയ അവസരം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവരും. ഇപ്പോഴാണ് വിശ്വം നിങ്ങളുടെ പഴയ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നത്. ഈ വർഷം കാലത്തിൻ്റെതും നക്ഷത്രങ്ങളുടേതും ചേർന്ന ഘട്ടത്തിൽ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു ആത്മീയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. അതൊരു ഭ്രംശം അല്ല, അത് ഒരവതരണം ആയിരിക്കും. 12 വർഷം കൊണ്ട് തീർന്ന കർമ്മ ഇനി പ്രതിഫലിക്കാനുള്ള സമയമായി. നിങ്ങൾ മൂടിയ വെളിച്ചം ഇപ്പോൾ കരങ്ങളിലൂടെ ഒഴുകിത്തുടങ്ങും. ജ്യോതിഷികൾ പറയുന്ന പ്രകാരം അടുത്ത 15 ദിവസങ്ങൾ ഇടവം രാശിക്കാരുടെ ആത്മത്തിന്റെ ഗൂഢ അഴിമുഖം തുറക്കുന്ന കാലമാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ അപ്രതീക്ഷിതമായ കലഹങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ഉറക്കത്തിൽ പോലും വിചിത്രമായ സ്വപ്നങ്ങൾ കാണും. അവയ്ക്കെല്ലാം അർത്ഥമുണ്ടായിരിക്കും. പഴയ ബന്ധങ്ങൾ, പഴയ സ്ഥലങ്ങൾ, പോലും പഴയ വാക്കുകൾ തിരിച്ചെത്തുന്നത് പോലെ അനുഭവമുണ്ടാകും. അത് കാലം നിങ്ങളോട് പറയുന്ന ഒരു സൂചനയാണ്. നീ 1000 ദിവസം കരഞ്ഞതിന്റെ പൂർണ്ണ ഉത്തരം ഞാൻ നൽകാൻ വരുന്നു. സാമ്പത്തികമായി ഏറെ നിരാശാജനകമായി കഴിഞ്ഞവർക്കായി ഇത് വിപ്ലവകാലം. ബിസിനസ്, തൊഴിൽ, വരുമാനം ഇവയിൽ വളർച്ച സംഭവിക്കുന്നു. ഒരു പുതിയ നിരാകരണത്തിന് ശേഷമുള്ള സ്വീകരണം. നിങ്ങൾ ഭയപ്പെട്ടിട്ടുള്ള അവസരങ്ങളെ ധൈര്യമായി സ്വീകരിക്കുക. കാരണം 2026 ഈ ഭാഗ്യം അടഞ്ഞിട്ടിരുന്ന കവാടം തുറക്കുന്നതാണ്. ഗുരുവിന്റെ കിരണങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ തുടങ്ങും. ഇടവം രാശിക്കാരെ, ഇപ്പോൾ നിങ്ങൾ കടന്നുപോകുന്നത് വെറും ജീവിതമാറ്റം അല്ല, അത് ആത്മാവിന്റെ പുതുജനനം തന്നെയാണ്. കഴിഞ്ഞ 12 വർഷം നിങ്ങൾ വഴങ്ങി, മൗനം പാലിച്ചു, ആരും കാണാത്തയിടത്ത് കരഞ്ഞു കഴിഞ്ഞു. ആ ഉറച്ച നിശബ്ദതയിൽ ശനി നിങ്ങളെ പരീക്ഷിച്ചു. രാഹുവും കേതുവും നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ വീഴ്ത്തി. എന്നാൽ നിങ്ങൾ പതറാതെ മുന്നോട്ടു പോയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഫലം നൽകാൻ പോകുന്നത്. ഈ വർഷം അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കും. പക്ഷേ അതിനു മുന്നോടിയായി ഒരു ചെറിയ പാഠവും ബാക്കിയുണ്ട്. അതായത് ആത്മാർത്ഥതയുടെ പരീക്ഷണം. നിങ്ങളെ വെറുത്തവർ, നിങ്ങളെ അപമാനിച്ചവർ, അവരിൽ നിന്നും ദൈവം നിങ്ങളെ നേരിട്ട് നീതി നൽകും. രാഹു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വിസ്താരമാക്കുന്ന സ്ഥാനത്താണ്. അതിന്റെ പാഴ്ത്തലങ്ങളിൽ നിന്ന് കരുത്ത് വീണ്ടെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. രാഹുവിന്റെ പ്രഭാവം ചിലപ്പോൾ ഉറച്ച സ്വപ്നങ്ങൾ നൽകും. അതിലൂടെ നിങ്ങളുടെ ദിശ ശരിയാക്കുന്ന ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിചാരിക്കാതെ ഒരു പുതിയ തീരുമാനമെടുക്കും. ആ തീരുമാനം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മറുവശം തുറക്കാൻ കാരണമാകും. അത് ജോലി സംബന്ധമായതായിരിക്കാം, സാമ്പത്തികമായതായിരിക്കാം, അഥവാ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം. എന്തായാലും അതൊരു ധൈര്യപരമായ മുന്നേറ്റം ആയിരിക്കും. ആ മുന്നേറ്റം തന്നെ ഭാഗ്യദ്വാരത്തിന്റെ ആദ്യ തുറവാണ്. കേതുവിന്റെ സ്ഥാനം ഇപ്പോൾ രഹസ്യാവേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ളിൽ ചില ആത്മീയ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടം അനുഭവിച്ചത്? എന്തിനു മാത്രമാണ് എനിക്കിത് സംഭവിച്ചത്? അങ്ങനെ ഉള്ള സംശയങ്ങൾ ഇപ്പോഴും കയറിവരും. പക്ഷേ കേതു പറയുന്നത് ഒരൊറ്റ വാക്കാണ്: ഇനി നീ ഉയരേണ്ട സമയം വന്നിരിക്കുന്നു. പഴയ മണ്ണിൽ നിന്നു പുറപ്പെട്ടാൽ കൂടി പൂക്കണം. ഈ ആത്മീയ വളർച്ചയാണ് 2026 ഇടവം രാശിക്കാരിയുടെ യഥാർത്ഥ നേട്ടം. ദൈവികമായി നിങ്ങളെ മാറ്റി നിർമ്മിക്കുന്നു. ജ്യോതിഷപരമായി പറഞ്ഞാൽ നിങ്ങളുടെ 2ാം ഭാവം ഇപ്പോൾ ഉണരുകയാണ്. ഈ ഭാവം ധനവും വാക്കും മാന്യതയും നിയന്ത്രിക്കുന്നു.
അതിനാൽ നിങ്ങളുടെ വാക്കുകൾ ആളുകളെ സ്വാധീനിക്കും, നിങ്ങളുടെ അഭിപ്രായം കേൾക്കപ്പെടും, നിങ്ങൾ പറഞ്ഞതിന്റെ മൂല്യം തിരിച്ചറിയപ്പെടും. വർഷങ്ങളായി പിന്നിൽ ഇരുന്നവർക്ക് ഇപ്പോൾ മുന്നിൽ ഇരിക്കാനുള്ള അവസരങ്ങൾ വരുന്നു. ഓഫീസിലോ ബിസിനസ്സിലോ ഇരിക്കട്ടെ, നിങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് ഇനി വഴിയില്ല. ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് തെളിയും. ഇതാണ് ശനി കാണാനും അംഗീകരിക്കാനും തീരുമാനിച്ചത്. ചിലർക്ക് ഈ സമയത്ത് പഴയ കടങ്ങൾ തീർപ്പാക്കുന്നതുപോലുള്ള അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ചിലർക്കത് പെട്ടെന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടമായിരിക്കും. ചിലർക്കത് പൂർണ്ണമായൊരു സ്ഥലം മാറ്റം. എന്തെങ്കിലും രീതിയിൽ ഭാരം കുറയുന്ന കാലം തന്നെയാണ് ഇത്. എന്നാൽ ഈ മാറ്റങ്ങൾ നടക്കുമ്പോൾ ആത്മാഭിമാനത്തിൽ വീഴരുത്. ശനി പരിശുദ്ധിയുടെ അധ്യാപകനാണ്. അതിനാൽ അഭിമാനം കയറിയാൽ എന്നും ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. ഒരുപാട് വർഷങ്ങളായി നിൽക്കുന്ന ബന്ധങ്ങൾ, ചിലത് നിങ്ങളെ വേദനിപ്പിച്ചതും ഉണ്ടാകും. ആ ബന്ധങ്ങൾക്കു ഇപ്പോൾ വിധിയുടെ മറുപടി ലഭിക്കുന്നു. ചിലർക്കത് പഴയ പ്രണയം വീണ്ടും എത്തുന്ന രൂപത്തിലായിരിക്കും. ചിലർക്കത് നഷ്ടപ്പെട്ട ഒരാളുടെ വാർത്തയായി വരാം. ചിലർക്കത് ആത്മീയമായ ഒരു നിന്നെ കാണുന്ന അനുഭവമായി മാറും. പ്രണയജീവിതത്തിൽ ഏറെ കരച്ചിലുകൾ പിന്നിട്ടവർക്ക് ഇനിയുള്ള കാലം ഒരു ശാന്തത നൽകും. പഴയ തെറ്റുകൾ മനസ്സിലാക്കി സുഹൃത്ത് പോലെ തിരിച്ചെത്തുന്ന ആളും കാണാം. എന്നാൽ ജ്യോതിഷം പറയുന്നത് ഒരൊറ്റ വാക്കാണ്: നിന്റെ ശരിയായ സത്യാവസ്ഥ ഇപ്പോൾ പ്രതിഫലിക്കാൻ പോകുന്നു. കുടുംബത്തിൽ ചിരിയും കൂട്ടായ്മയും മടങ്ങിയെത്തും. ഇനി വീടിനുള്ളിൽ നിസ്സംഗതയല്ല, ഉത്സാഹം നിറയും. ചില കുട്ടികൾക്കോ യുവജനങ്ങൾക്കോ വിദേശ വിദ്യാഭ്യാസത്തിലേക്കുള്ള അവസരം ലഭിക്കും. ചിലർക്ക് കുടുംബത്തിലെ പഴയ വിരോധങ്ങൾ അവസാനിക്കും. ഒരു തണലിന്റെ സ്പർശം പോലെ ഈ വർഷം ഇടവം വീട്ടിലേക്ക് സമാധാനം കൊണ്ടുവരും. എന്നാൽ ഈ സമാധാനം എത്തുന്നതിനു മുമ്പ് ചിലർക്ക് മാനസികമായി കുറച്ച് ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകും. അതിനെ ശത്രുവായി കാണേണ്ടതില്ല. അത് നിങ്ങളുടെ അന്ത്യമായ സംശയത്തെ നീക്കാനുള്ള പ്രക്രിയയാണ്. രാത്രി സ്വപ്നങ്ങളിലും ചില മുൻജീവിത അനുഭവങ്ങൾ പോലെ തോന്നുന്ന ദൃശ്യം കാണാൻ സാധ്യതയുണ്ട്. അതുകൂടി ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അടയാളങ്ങൾ തന്നെയാണ്. സൗഭാഗ്യമെന്നത് ചിലപ്പോൾ അങ്ങനെയാണ് എത്തുന്നത്. നിശബ്ദമായി, ആരും കാണാത്ത ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് തോന്നും, നാളെ എന്തോ നല്ലത് സംഭവിക്കാനാണ്. ആ തോന്നൽ തെറ്റായിരിക്കില്ല. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ ഇതിലെ 2-3 അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട് കാണും. അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. അതിലെ ഒരു സംഭവം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇത്ര എളുപ്പമായിട്ടാണ് എല്ലാം തീർന്നത് എന്ന തലപ്പിർത്തൽ അനുഭവമുണ്ടാകും. ഇടവം രാശിക്കാർ എത്രയും വേഗം ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ മടങ്ങിയെത്തണം. മാതാപിതാക്കളുടെ അനുഗ്രഹം ഈ സമയത്ത് അത്യാവശ്യമാണ്. പിതാവിന്റെയോ മുതിർന്നവരുടെയോ വാക്കുകൾ ശ്രദ്ധിക്കണം. അവിടെയായിരിക്കും ഒരു ദൈവിക നിക്ഷേപത്തിന്റെ അടയാളം. അപ്രതീക്ഷിതമായി നിങ്ങൾ സഹായിച്ച ഒരാൾ തിരികെ നിങ്ങളുടെ ഭാഗ്യമായെത്തും. അതാണ് ഗുരുവിന്റെ മഹത്വം. അന്ധകാരത്തിൽ നിന്നു വെളിച്ചത്തിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോകും. ഇടവം രാശിക്കാരെ, ഇപ്പോൾ ആകാശം തന്നെ നിങ്ങളുടെ ആത്മാവിന്റെ ദിശ മാറ്റുന്നു. വർഷങ്ങളായി അടങ്ങിക്കിടന്ന രൂപങ്ങളുടെ പിന്നിൽ മറഞ്ഞിരുന്ന നിങ്ങളുടെ കരുത്ത് ഇപ്പോൾ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരിക്കുന്നു. ഗുരുവിന്റെ കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുണ്ട മേഘങ്ങൾ പിളർത്തിത്തുടങ്ങി. ആ വെളിച്ചം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടു പോകുന്ന ഘട്ടമാണ്. ഇതിൽ എല്ലാ ഇടവക്കാരും ഒരു സാദൃശ്യ അനുഭവം ഏറ്റുവാങ്ങും. എന്തോ ഉള്ളിൽ ഇരുമ്പുപോലൊരു ശക്തി ജ്വലിക്കാനാരംഭിക്കും. നിങ്ങളെ അടിച്ചമർത്തിയ വേദന തന്നെ ഇനിയുള്ള വളർച്ചയ്ക്കുള്ള നിലപാടായി മാറും. സാമ്പത്തികമായി കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര ശ്രമം ചെയ്തിട്ടും നേട്ടങ്ങളുടെ വാതിൽ അടഞ്ഞതുപോലെ തോന്നിയവർക്കായി 2026 അത്ഭുതകാലം തന്നെയാണ്. ഗുരുവിന്റെ യുവത്വം എന്നറിയപ്പെടുന്ന നിരീക്ഷണമായ ദൃഷ്ടി ഈ ദിവസങ്ങളിൽ വളരെയധികം സജീവമാണ്. അതാണ് ചിലർക്കു അപ്രതീക്ഷിതമായ ധനലാഭം നൽകുന്നത്. ചെറിയ ഒരു നിക്ഷേപം പോലും വലിയ ഫലത്തിലേക്ക് മാറും. ചിലർക്കത് കടബാധ്യതമുക്തിയായിരിക്കും. ചിലർക്കത് ജോലി സ്ഥാനോന്നതമായിരിക്കും. അതിനാൽ ഈ ദിവസങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ ആത്മവിശ്വാസത്തോടെ എടുക്കുക. കാരണം വിശ്വം നിങ്ങളെ പിന്തുണക്കുന്നു. ബിസിനസ് രംഗത്ത് അത്ഭുതകരമായ വിസ്തൃതിയുണ്ടാകും. പണ്ടത്തെ കുടിശ്ശിക തീർക്കാൻ തുറന്ന വഴികൾ ലഭിക്കും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ആ ബന്ധങ്ങൾ സാമ്പത്തിക വളർച്ചയുടെയും ആത്മീയ ഉറപ്പിന്റെയും കേന്ദ്രമാകും. ചില ഇടവക്കാരെ ദൂരപ്രദേശങ്ങളിലേക്ക് വിളിക്കുന്ന അവസരങ്ങളും വരാം. അത് യാത്ര മാത്രമല്ല, വിഷയം ആയിരിക്കും ആത്മവിദ്യ. നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു ആ നിശ്ചലം. അത് ഇപ്പോൾ ചലനമായി മാറുന്നു. അതാണ് കർമ്മ മാറുന്ന അടയാളം. ആരോഗ്യരംഗത്തും വലിയ മാറ്റം. ശരീരം ക്ഷീണിതമായിരുന്നവർക്ക് പുതിയ ഉണർവുണ്ടാകും. ചില ശാരീരിക അസുഖങ്ങൾ അത്ഭുതകരമായി മാറുവാൻ സാധ്യത. അതിന് കാരണം ഗുരു നൽകുന്ന ഉജ്ജ്വലമായ പ്രാണശക്തി. പ്രഭാതത്തിൽ സൂര്യോദയ സമയത്ത് പ്രാർത്ഥന തുടരുക. അത് നിങ്ങളുടെ നാഡികളിൽ വെളിച്ചം പകരും. ആത്മീയമായി ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടുമ്പോൾ മനസ്സും ശരീരവും പൂർണ്ണമായി ഉണരും. ബന്ധങ്ങളിലുണ്ടായിരുന്ന തകർച്ചകൾ ഇപ്പോൾ പുനർജനിക്കുന്നു. ചിലർക്ക് കുടുംബത്തിൽ ഏറെ ദിനങ്ങൾക്കു ശേഷം ഒരു സന്തോഷവാർത്ത ലഭിക്കും. ഒരു വിവാഹനിശ്ചയം, ഒരു കുഞ്ഞിന്റെ ജനനം, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനമെത്തൽ. ആ സമാധാനം ദീർഘമായിരിക്കും. കാരണം പക്ഷി മാറുന്ന പോലെ കർമ്മ ഇറ്റ്സെൽഫ് മാറുകയാണ്. ഇടവം രാശിക്കാരുടെ ജീവിതം ഇനി പഴയ വേദനകളുടെ ചിഹ്നമല്ല, വളർച്ചയുടെ അടയാളമാകും. ചിലരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കും.
നീ പറയുന്ന മാറ്റം എനിക്കുമുണ്ടാകുമോ? എന്നാൽ അതിന് ഉത്തരം ഒരേ ഉണ്ട്. കാരണം ആകാശം നിങ്ങളുടെ രാശിയോടാണ് ഇപ്പോൾ പുഞ്ചിരി നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരസമുദ്രം ഒരു കരയിൽ എത്തി നിറയുകയാണ്. ആ സമുദ്രത്തിൽ നിന്നു പുറപ്പെട്ടാൽ നിങ്ങൾ കാണും എത്ര ദീപ്തമായ വെളിച്ചമാണ് മുന്നിൽക്കിരിക്കുന്നത്. ആത്മീയമായ വളർച്ച വളരെ പ്രാധാന്യമുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ചിലർക്കു ഭാവനയിലൂടെ ദൈവിക അടയാളങ്ങൾ കാണാം. ചിലപ്പോൾ മഴയുടെ ശബ്ദത്തിൽ പോലും ദൈവത്തിന്റെ സന്ദേശം തേടാൻ നിങ്ങൾക്ക് തോന്നും. എന്നാൽ അതെല്ലാം വെറും ഭാവനയല്ല, അതിൽ ആത്മീയ സൂചനകൾ ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ പുനർരൂപപ്പെടുത്തുന്നു. ഗുരു നിങ്ങളുടെ ജീവിതപടവിൽ വെളിച്ചം വീശുന്നു. ശാനി നിങ്ങളുടെ കരുത്തിനെ അംഗീകരിക്കുന്നു. രാഹുകേതു നിങ്ങളുടെ വിധിയെ വഴികാട്ടുന്നു. ഈ 3 ശക്തികൾ ഒരേ സമയം ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന ദൈവിക സംഗമമാണ്. ഈ ആശ്ചര്യവും വേദനയും കൂടുന്ന കാലത്താണ് നിങ്ങളുടെ ആത്മാവിന്റെ ദിശ തെളിയുന്നത്. അമ്മയുടെ പ്രാർത്ഥന, പിതാവിന്റെ അനുമോദനങ്ങൾ, കുടുംബജീവിതത്തിലെ ശാന്തത, ഇതിൽ ഒത്തുചേരുന്ന ആകുലതയിൽ നിന്നാണ് ഒരു പുതിയ ആത്മവിശ്വാസം വളരുന്നത്. ചിലർക്ക് പരാജയമായി തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ വിജയത്തിലേക്ക് മാറും. അത്രമാത്രം ദൈവം നിങ്ങളെ പരീക്ഷിച്ചു. വിദ്യാഭ്യാസരംഗത്ത് ശ്രമിച്ചിട്ടും ഫലം കിട്ടില്ലായിരുന്നു ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആ പ്രതിഫലം ലഭിക്കും. മസ്തിഷ്കം കൂടുതൽ വ്യക്തമായ തീരുമാനം എടുക്കാൻ തുടങ്ങും. ഹമനോയുടെ പ്രഭാവം അവരുടെ ഓർമ്മശക്തിയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു. ഇനി നിങ്ങൾ പഠിക്കുന്നതെല്ലാം ദൃഢമായി മനസ്സിലാകും. ആ ആത്മവിശ്വാസം കരിയറിന്റെ ഉയരത്തിലേക്കുള്ള വഴിയാണ്. ചില ഇടവക്കാരെ ഈ കാലത്ത് വിദേശ സാധ്യതകൾ ശക്തമായി ആകർഷിക്കും. അതിൽ ഒരുപാട് പേർക്ക് അപ്രതീക്ഷിതമായി വിസയ്ക്ക് അംഗീകാരം കിട്ടും. ചിലർക്കും ദൂരയാത്രയുടെ വിളി കേൾക്കും. ആ യാത്ര നിങ്ങളുടെ വിധി മാറ്റും. അവിടെ നിങ്ങൾ കാണും ഒട്ടനവധി അവസരങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ യഥാർത്ഥ പ്രതിഫലം. ഇതിനിടയിൽ ഒരു ചെറിയ മുന്നറിയിപ്പ്: രാഹുവിന്റെ സ്വാധീനത്തിൽ നിങ്ങളുടെ മാനസിക വികാരങ്ങൾ ചിലപ്പോൾ പരമാവധി ആകാം. ആവേശത്താൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആദ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ശാന്തത പുലർത്തുന്നവർക്ക് ഈ കാലം അത്യുജ്വലമായ ഭാഗ്യം നൽകും. വേദനയെ കണ്ണുനീരായി കാണാതെ അതിനെ അനുഭവമായി കാണും. അതാണ് വീണയുടെ യഥാർത്ഥ പാഠം. ഇടവം രാശിക്കാരെ, നീണ്ട ഇരുട്ടിനു ശേഷം ഉദയം ആവുമ്പോൾ ആ വെളിച്ചം കാഴ്ച മാത്രമല്ല, ആത്മാവിന്റെ മുദ്രയാണ്. 2026 നിങ്ങൾ കാണാനിരിക്കുന്ന മാറ്റം അതുപോലെയായിരിക്കും. വർഷങ്ങളായി ആഴത്തിൽ മറഞ്ഞിരുന്ന പ്രതീക്ഷകളെ ദൈവം തന്നെ കൈപ്പിടിയിലാക്കി പുറത്തിറക്കുന്നത്. ഇനി നിങ്ങളെ അടിച്ചമർത്തിയ ആ വിധിശക്തികൾ നിങ്ങളുടെ പക്ഷത്ത് പ്രവർത്തിക്കാനാണ് തുടങ്ങുന്നത്. ഗുരുവിന്റെ അനുഗ്രഹം ആകാശത്തിന് മീതെ വെളിച്ചമെന്നോണം പരന്നു നിൽക്കുമ്പോൾ നിങ്ങളെ ബാധിച്ചിരുന്ന പ്രാചീന കർമാഘാതങ്ങൾ പൊടിഞ്ഞുവീരും. ഈ വർഷം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എന്തിനാണ് ഇത്ര കഷ്ടം എന്ന ചോദ്യം ഇനി ആവശ്യമില്ല. കാരണം അതിന്റെ ഉത്തരം നിങ്ങൾക്കു ലഭിക്കും. ജീവിതം തന്നെയെന്ന രൂപത്തിൽ. ദിവസങ്ങൾ കടന്നുപോകുന്നതിന് പകരം ദിനങ്ങൾ പിറന്നുപോകുന്ന പോലെ തോന്നും. ശരീരത്തിൽ സ്വൽപ്പം ഭാരമുള്ള ദിനങ്ങളും മാറിപ്പോകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനന്തരവളർച്ചയുടെ അടയാളങ്ങൾ തെളിയും. മുതിർന്നവരിൽ നിന്ന് അനുഗ്രഹം തേടുക അത്യന്താപേക്ഷിതം. ആ അനുഗ്രഹം ആകാശത്തിന്റെ വാതിൽ തുറക്കുന്ന കാവൽ പോലെ പ്രവർത്തിക്കും. അമ്മയുടെ നിസ്വാർത്ഥമായ പ്രാർത്ഥന ഇത്ര ശക്തമായ ഘട്ടത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അപ്രതീക്ഷിതമായി നഷ്ടമായ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിൽ ക്ഷമ കൈവിടരുത്. കഴിഞ്ഞ പിഴവുകൾക്ക് സ്വന്തമായൊരു വഴിയിൽ പരിഹാരം വരും. അത് ദൈവികന്യായത്തിന്റെ രൂപമാണ്. ആത്മീയമായി നിങ്ങളെ വളർത്തുന്ന ഘട്ടമാണിത്. ഈ ദിവസം മുതൽ നിങ്ങളുടെ വൈകാരികത ആഴത്തിൽ മാറ്റം കാണും. മുമ്പ് നിങ്ങൾ കരഞ്ഞിരുന്ന സംഭവം ഇപ്പോൾ ഒരു പാഠമായി തോന്നും. ആ പാഠത്തിലാണ് നിങ്ങളുടെ ഉണർവിന്റെ വേരുകൾ. ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു ദർശനം ലഭിക്കും. അതോ സ്വപ്നത്തിലൂടെയായിരിക്കാം, അതോ ധ്യാനസമയത്തോ, അതോ സാധാരണ ജീവിതത്തിനിടയിലോ. ആ നിമിഷം നിങ്ങളുടെ കർമ്മഫലത്തെ അകത്തുനിന്ന് പൊളിച്ചെറിയും. ഇനി നിങ്ങളെ പിരിച്ചെടുത്ത ദുർഭാഗ്യം തിരിച്ചുവന്നും പാടില്ല. ചിലർക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വസിക്കുന്നതുപോലുള്ള മനോഭാവം ഉണ്ടാകും. അത് വ്യാജമല്ല, അത് കർമ്മം ആഴത്തിൽ മാറ്റുന്ന അടയാളമാണ്. മനസ്സിൽ പെട്ടെന്ന് ഒരജനത്വം, കണ്ണുനീരിനൊപ്പം വരുന്ന ശാന്തത. അതെ, ദൈവം നിങ്ങളുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ആ ബന്ധം ഗുപ്തമല്ലാതെ പൊതുജീവിതത്തിലും പ്രതിഫലിക്കും. നിങ്ങളെ നിഷേധിച്ചവർ തന്നെ നിങ്ങളുടെ മുന്നിൽ തലകുനിയും. വ്യക്തിപരമായും പ്രണയപരമായും ജീവിതം ഉറച്ച നിലയിലേക്ക് പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങളെ തെറ്റായി വിലയിരുത്തിയവർ പിന്നെ പാശ്ചാത്താപം വരും. ചിലർ വരും നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ. അതിനെ മൃദുതയോടെ സ്വീകരിക്കുക. അതാണ് ആത്മീയ വളർച്ചയുടെ അടയാളം. പുതിയ ബന്ധങ്ങൾക്കും അതേ ആത്മസത്യത്തിൽ ആരംഭമായിരിക്കും. അതിനാൽ ഈ കാലം പ്രണയബന്ധങ്ങൾക്കും കുടുംബബന്ധങ്ങൾക്കും ഏറ്റവും ശാന്തമായ ദിശയാണ്. പ്രണയം ആത്മവിസ്താരമാകുമ്പോൾ ദൈവം 1000 അനുഗ്രഹം കൂടി ചേർക്കും. ഒരു അപ്രതീക്ഷിത ആത്മീയ സംഭവത്തിന് തയ്യാറാവുക. അത് അടുത്ത 7 മുതൽ 14 ദിവസത്തിനിടയിൽ ഉണ്ടാവും. ചിലർക്ക് അത് ആന്തരിക ഉണർവായും ചിലർക്ക് പുറത്തുള്ള പ്രത്യക്ഷമായ സംഭവമായും ഉണ്ടായേക്കാം. എന്നാൽ ആ നിമിഷം കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം തിരിച്ചറിയും, ഞാൻ ഇത്ര വ്യാപകമായ ഒരാളായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നില്ല. അതാണ് ദൈവിക വെളിച്ചം.
സാമ്പത്തിക രംഗത്തും ഭാഗ്യം അത്ഭുതപ്പെടുത്തും. കുടിശ്ശികയോ കോർട്ട് കേസുകളോ ആയി നീണ്ട വിഷയങ്ങൾ തീർപ്പാകുന്ന ഘട്ടം. ചിലർക്ക് അപ്രതീക്ഷിതമായി വലിയ വരുമാന മാർഗം ലഭിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ അതിനൊരുങ്ങിയിരിക്കണം. ധനം അടങ്ങിയിരിക്കുന്നു, മനസ്സല്ലെങ്കിൽ അതിനു മൂല്യം കുറയും. അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത്, ഈ വർഷം സമൃദ്ധിയും ആത്മസത്യവും ചേർന്നിരിക്കും. ഏത് നേടണമെന്നത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. വ്യവസായികൾക്ക് വലിയ കരാറുകൾ നേടാനുള്ള സമയമെന്നോണം മേഘങ്ങൾ മാറിയിരിക്കുന്നു. വീട്ടിൽ ഒരിക്കൽ കയറിയ ഭയങ്ങൾ പുറത്തേക്ക് വഴിമാറും. രാത്രികളിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത ഭാരം മാറും. സ്വപ്നങ്ങളിൽ കാണുന്ന മുഖങ്ങൾ ഇനി ഭയപ്പെടുത്തില്ല. കാരണം ആ സ്വപ്നത്തിലെ ആളുകൾ തന്നെയാണ് നിങ്ങളുടെ ഭാവിയുടെ വഴികാട്ടികൾ. ആ കോടികൾ കൊണ്ടുള്ള സമാധാനം നിങ്ങളെ മൂടും. ഓരോ രാവിലെയും സൂര്യോദയത്തിനു മുമ്പ് 3 നിമിഷം നിശബ്ദത പാലിക്കുക. ആത്മസംശുദ്ധി കൊണ്ടുവരുന്നു. ആ ചെറിയ ശാന്തത നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രഭാതങ്ങൾ എത്തിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറി തിരിച്ചറിയാനാവാത്ത പോലെയാകും. ജോലിസ്ഥലത്ത് പുതിയ പ്രാധാന്യം ലഭിക്കും. ബിസിനസ് വ്യാപനം പ്രതീക്ഷിച്ചതിലും വലുതാകും. കുടുംബം അഭിമാനത്തോടെ നിങ്ങളെ നോക്കും. നിങ്ങളെന്ന പേര് മറ്റുള്ളവരിൽ ആത്മവിശ്വാസമായി മാറും. ഈ വർഷം മൂന്വിയുടെ പടവുകൾ അടക്കും. വിധി നിങ്ങളെ ഉയർത്തും. പഴയ കഷ്ടപ്പാടുകൾ ഇനി പാഠങ്ങളായി മാത്രമേ ഓർമ്മയാവൂ. ആ വേദനകളുടെ പോലെ മറ്റാരു ശക്തിയും ഇനി വേണ്ടതില്ല. അതിനാൽ മനസ്സിൽ നന്ദി നിറക്കുക. എല്ലാം അനുഭവിച്ചിട്ടേ ആ അനുഗ്രഹം ലഭിക്കൂ. ഇടവം രാശിക്കാരെ, നിങ്ങൾ അനുഭവിച്ച എല്ലാം വെറുതെയായിരുന്നില്ല. ദൈവം നിങ്ങളെ കടപ്പാട് പോലെയും രഹസ്യാധ്യായം പോലെയും മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പിന്നോട്ടൊന്നും നോക്കേണ്ടതില്ല. കഴിഞ്ഞ 12 വർഷം മുറിഞ്ഞ പാതയായിരുന്നു. ഇനി മുന്നിലുള്ളത് സമ്പൂർണമായൊരു നദിയത്രയും വിശാലമായ ജീവിതമാണ്. അവിടെ വെളിച്ചം മാത്രം. ഓരോ കണ്ണുനീരും ഓരോ അനുഗ്രഹമായി മാറും. ദൈവം നിങ്ങളെ മുൻനിരയിൽ നിർത്തി അവന്റെ പരിപാടി വലിയ വേദിയിലെത്തിക്കും. അതാണ് ഈ കാലത്തിന്റെ സവിശേഷത. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രമേ ഇത്തരം ഭാഗ്യസമാഗമം ഉണ്ടാകൂ. അതിനാൽ ശ്വാസമെടുക്കുമ്പോഴൊക്കെ ഓർക്കുക, ഇനി ദൈവം തന്നെ നിങ്ങളുടെ ശ്വാസമാണ്, നിങ്ങളുടെ വഴികാട്ടിയാണ്. ആകാശം ചുറ്റി വീശുന്ന എല്ലാ കാറ്റുകളിലും നിങ്ങളുടെ പേരുണ്ട്. ജീവൻ എന്ന പാഠം നിങ്ങൾ സ്വന്തമായി ജയിച്ചിരിക്കുന്നു. 2026 നിങ്ങളുടെ കഥ പുതുതായി എഴുതപ്പെടുന്നു. ഈ വട്ടം അതിൽ കണ്ണുനീർ ഇല്ല, വെറും വെളിച്ചം മാത്രം. പരമാത്മാവിന്റെ ആശീർവാദം നിങ്ങളോട് നിറയട്ടെ. ഭയമില്ലാതെ മുന്നോട്ടു പോകൂ. കാരണം മീനുവിയുടെ വാതിൽ ഇപ്പോൾ പൂർണ്ണമായി തുറന്നിരിക്കുന്നു. ഈ കഥ ഇപ്പോൾ സമാധാനത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. പുതുജീവിതത്തിലേക്ക് കടക്കുന്ന ഇടവം രാശിക്കാരൻ്റേത് ദൈവം എഴുതിയ അദ്ഭുതമായ അധ്യായം തന്നെയാണ്.